ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു ശരണ്യാസ് ഡയറീസ്. ഇന്ന് ഞങ്ങളുടെ ദുബായിലുള്ള സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞങ്ങൾ പോകാൻ ഉദ്ദേശിച്ചത് ദുബായ് ഫ്രെയിമിലേക്കാണ്. ഏകദേശം ഒരു 10 മണി ആയതോടെ ഞങ്ങൾ റെഡിയായി സെറ്റായി ഭക്ഷണമൊക്കെ കഴിച്ച് റെഡിയായിരുന്നു. പാക്കേജ് ആയതിനാൽ കാറ് ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരും. അങ്ങനെ ഞങ്ങൾ നിൽക്കുന്ന ഹോട്ടലിൽ നിന്നും ഏകദേശം ഒരു 20-25 മിനിറ്റ്സ് ട്രാവൽ ഉണ്ടായിരുന്നു ദുബായ് ഫ്രെയിമിലേക്ക്. ഇവിടെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാക്കേജ് എടുക്കുമ്പോൾ ചിലപ്പം ജസ്റ്റ് വിസിറ്റ് ടു ദുബായ് ഫ്രെയിം എന്ന് മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന കേസസിൽ അവരുദ്ദേശിക്കുന്നത് ജസ്റ്റ് ദുബായ് ഫ്രെയിം പോവുക, അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കുക എന്നുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ആ ഒരു വലിയൊരു രീതിയിൽ പുറം ഭാഗത്തുനിന്ന് കിട്ടത്തില്ല. പക്ഷേ ഞാൻ പോയൊരു എക്സ്പീരിയൻസിൽ പറയുകയാണ്, നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും എൻട്രി ടിക്കറ്റ് എടുത്ത് അതിൻ്റെ ഉള്ളിൽ വിസിറ്റ് ചെയ്യണം. പിന്നെ കുറച്ച് നേരത്തെ എത്താൻ ശ്രമിക്കുക, കാരണം ചെറിയൊരു ക്യൂ ഞങ്ങൾക്കവിടെ ദുബായ് ഫ്രെയിമിൽ കിട്ടിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ പോയി കഴിഞ്ഞാൽ ആ ക്യൂ ഒന്ന് ഇതായി കിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേര് മാത്രമായിട്ടാണ് ഉള്ളിൽ കടത്തി വിടുന്നത്. അപ്പോൾ പുറമേ ഒരു ക്യൂ, അത് കഴിഞ്ഞ് അകത്തേക്ക് നമ്മളൊന്ന് കയറിക്കഴിഞ്ഞാൽ അവിടെ ഒരു ക്യൂ, പിന്നെ മുകളിലേക്ക് പോവുക, അങ്ങനെയൊക്കെയാണത്. അപ്പോൾ ഒരു അരമണിക്കൂർ നമ്മൾ ഒരു ക്യൂവിൽ നിൽക്കുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും. പിന്നെ നമ്മൾ അറിയാലോ ദുബായ് ഫ്രെയിം അതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് സ്റ്റെപ്സ് ഒന്നും കയറേണ്ട ആവശ്യമില്ല. 48 ഫ്ലോറാണ് ടോട്ടൽ ഉള്ളത്. അതിൽ ഒരു ഫ്ലോറിലൂടെ കയറുന്ന സമയത്ത് നമുക്ക് ഓൾഡ് ദുബായും മറ്റേ ഫ്ലോറിലൂടെ ഇറങ്ങുന്ന സമയത്ത് നമുക്ക് ന്യൂ ദുബായാണ് കാണാൻ കഴിയുക. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഗ്ലാസ് ബോക്ക് ഉണ്ട്. അതായത് ഒരു ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള ഗ്ലാസ് നമുക്ക് അതിൻ്റെ ഏറ്റവും ടോപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ആകാശത്തൂടെ തന്നെ നടക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ നേരെ താഴെ നോക്കുന്ന സമയത്ത് വളരെ ഡൗൺ ആണല്ലോ, കാരണം 48 ഫ്ലോർസുള്ള ഒരു ബിൽഡിംഗ് ആണത്. പിന്നെ ഞാൻ അതിൽ എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോൺ നോക്കി വീഡിയോ എടുത്ത് നടക്കുന്ന സമയത്ത് നമുക്കതിൻ്റെ ഒരു ഫീലിംഗ് അത്ര മനസ്സിലാവില്ല. അതേസമയം ഫോൺ ഒഴിവാക്കി നമ്മൾ താഴെ നോക്കി നടക്കുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ഫീലിംഗ് അറിയാം. അപ്പം നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു. പിന്നെ ഈ ക്യൂ കഴിഞ്ഞ് നമ്മൾ ഉള്ളിൽ പോകുന്ന സമയത്ത് തന്നെ അവർ കുറച്ചിങ്ങനെ ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അവർ പണ്ട് കാലത്ത് യൂസ് ചെയ്തുകൊണ്ടിരുന്ന പാത്രങ്ങൾ, അതുപോലെ തുന്നൽ മെഷീൻ, പിന്നെ അവരുപയോഗിച്ചിരുന്ന ഫർണിച്ചേഴ്സ്, അങ്ങനെ കുറേ കാര്യങ്ങളും, പിന്നെ അങ്ങനത്തെ ഇപ്പോൾ നിങ്ങളിവിടെ വീഡിയോയിൽ ജസ്റ്റ് കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ വെച്ച് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ ആ ദുബായ് ഫ്രെയിമിൻ്റെ അതിലേക്ക് പോവുക. പിന്നെ ഇവിടെ ദുബായിൽ എല്ലാ പ്ലേസിലും അധിക പ്ലേസിലും പോയപ്പോഴും ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അവർ തന്നെ നമ്മുടെ ഫോട്ടോ എടുക്കും. നമ്മൾ അത് കഴിഞ്ഞ് ഇറങ്ങി വരുന്ന സമയത്ത് അവർ തന്നെ അത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ടാവും വിത്ത് ബാക്ക്ഗ്രൗണ്ടിൽ അതിൻ്റെ ഇതൊക്കെ ആയിട്ട്. ശരിക്കും നമ്മളത് കാണുമ്പോൾ തന്നെ നമുക്ക് വാങ്ങാൻ തോന്നും. ഞങ്ങളും അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം.